ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വാർത്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിൽ ഉള്ള ചർച്ചകൾ, ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ സുധാകരന് അതിന് വഴങ്ങുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അന്തിമ തീരുമാനമെടുക്കാനാകാതെ AICC നേതൃത്വം എങ്ങനെ നിൽക്കുന്നു? അനുനയ നീക്കത്തിന് എങ്ങനെ വഴങ്ങും സുധാകരൻ എന്നതാണ്. മറ്റൊരു പദവി കൊടുത്താൽ വഴങ്ങുമോ? സണ്ണി ജോസഫിന്റെ പേര് സുധാകരൻ പരാമർശിച്ചിരുന്നു. സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ എന്നതൊക്കെ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സുധാകരൻ ആ സ്ഥാനമൊഴിയാൻ തയ്യാറാകുമോ? ഹൈക്കമാൻഡ് ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ വരുന്ന തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമോ? ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ സുധാകരനെ അനുനയിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതകളൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരട്ടെ എന്ന നിർദ്ദേശം മുതിർന്ന നേതാക്കൾ ഒക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തയിലുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാം. വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തകൾ പറയാൻ എനിക്കൊപ്പമുള്ളത്. രാവിലെ വിജിനിലേക്ക് പോവുകയാണ്. വിജിൻ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതായത് ഹൈക്കമാൻഡ് കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് ഈ സംഭവങ്ങൾ, സതീശൻ പരാതികളുമായി ചെന്ന സമയത്ത് സതീശൻ സുധാകരനെ ഒഴിവാക്കണം, പുതിയ പ്രസിഡന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സുധാകരൻ മറുവാദമിറക്കിയത്, ഞാൻ മാറുകയാണെങ്കിൽ സതീശനെയും മാറ്റണം, എങ്കിൽ മാത്രം മുമ്പോട്ട് പോയാൽ മതി എന്ന് കടുത്ത നിലപാടെടുക്കുന്നു. അവസാനം ഹൈക്കമാൻഡ് അന്ന് വഴങ്ങിയത് സുധാകരനാണ്. പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ സംസ്ഥാന കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം സുധാകരനെ മാറ്റി ഇത്തവണ സതീശന് വഴങ്ങിയിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നതാണ്. മാറ്റാനുള്ള ചർച്ചകൾ നടത്തുമ്പോൾ സംസ്ഥാന കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണോ? ഇതിനി മാറ്റണോ? സുധാകരനെ മാറ്റണോ? ഈ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്നൊരു വിഭാഗം പറയുന്നു. മുതിർന്ന നേതാക്കൾ അറിയാം, കഴിഞ്ഞ തവണയും സതീശനോടുള്ള എതിർപ്പ് കൊണ്ട് സുധാകരനെ പിന്തുണച്ചവരാണ് കഴിഞ്ഞ തവണ ഹൈക്കമാൻഡിൽ പിന്തുണ അറിയിച്ചത്. ഇത്തവണ പക്ഷേ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? പുതിയ പ്രസിഡന്റ് വരട്ടെ എന്ന് ആവശ്യം ഉന്നയിക്കുന്നവർ മറുവശത്ത് നിൽക്കുമ്പോൾ എങ്ങനെ സുധാകരൻ മുന്നോട്ട് പോകും? ഈ തീരുമാനങ്ങൾക്ക്, മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്ക് സുധാകരൻ വഴങ്ങാതിരിക്കാനുള്ള സാധ്യതകളാണല്ലോ ഏറെയും ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 1 വർഷത്തിന് മുകളിലായി സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും, മറ്റ് പലരും KPCC പ്രസിഡന്റായി വരും എന്നുള്ള വാർത്തകൾ നമ്മൾ പല ദിവസങ്ങളിലായി അച്ചടി മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കേൾക്കുകയും അത്തരം പ്രചാരണം വലിയ തരത്തിൽ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് പടച്ചുവിടുന്ന വാർത്തയാണ് എന്ന നിഗമനത്തിലും നിരീക്ഷണത്തിലുമൊക്കെയായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. താൻ മാറില്ല എന്ന കാര്യം സുധാകരൻ തന്നെ അക്കാര്യത്തൊക്കെ വ്യക്തതയും ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും അവസാനം എത്തി നിൽക്കുമ്പോൾ സുധാകരനെ മാറ്റാനുള്ളൊരു ആലോചന AICC നേതൃത്വം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല. ഒരു പുനഃസംഘടന KPCC മൊത്തത്തിൽ നേതൃതലത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ അഹമ്മദാബാദിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ ഒക്കെ എടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു AICCയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുമായി സുധാകരൻ ചർച്ച നടത്തുകയും ചെയ്തത്. പക്ഷേ മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള സുവ്യക്തമായ നിലപാട് സുധാകരൻ AICC നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് സുധാകരൻ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതിന് കാരണം നിലവിൽ താൻ മാറേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ സുധാകരൻ അത് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. തന്നോട് AICC അത്തരത്തിലുള്ളൊരു അഭിപ്രായം മാറണമെന്ന കാര്യം പറഞ്ഞിട്ടില്ല. താൻ അറിയാതെ എങ്ങനെ PCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറും, മറ്റാരുടെ പേര് നിർദ്ദേശിക്കുമോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ പറഞ്ഞത് താൻ മാറണമെന്ന് തീരുമാനമെടുക്കാതെ താൻ അറിയാതെ പിന്നെ എങ്ങനെ മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കും, അതിനർത്ഥം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തന്നെ തുടരും എന്നുള്ളതാണ്. ഇതിന് മുതിർന്ന നേതാക്കളുടെ കൂടി പിന്തുണയുണ്ട്. ഇന്നലെ കെ മുരളീധരൻ വ്യക്തമാക്കിയത് കെ സുധാകരന്റെ പ്രവർത്തനങ്ങളിൽ ഒരു അപര്യാപ്തതയും ഇല്ല, അദ്ദേഹത്തിന്റെ KPCC നേതൃസ്ഥാനം ശരിയായ നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ
സുധാകരനെ മാറ്റണം എന്ന അഭിപ്രായം തനിക്കില്ല എന്നുള്ളതാണ് മുരളീധരൻ തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും മുതിർന്ന നേതാവ് AK ആന്റണിയും കൂടെ പിന്തുണ കെ സുധാകരന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് VD സതീശൻ പക്ഷമാണ് കഴിഞ്ഞ കുറേ കാലമായി കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നു കെ സുധാകരൻ. ഒപ്പം തന്നെ അതിന് ഈ VD സതീശൻ കോൺഗ്രസിൽ പിടിമുറുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ സുധാകരനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ളതും. ഒപ്പം തന്നെ ശശി തരൂരിൻ്റെ ഉൾപ്പെടെ പിന്തുണ കെ സുധാകരന് ഉണ്ട് എന്നതും എടുത്തു കാണേണ്ടതാണ്. AICC പ്രവർത്തക സമിതി അംഗങ്ങളാണ് നിലവിൽ ശശി തരൂരും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും. ഇങ്ങനെ ഒരു തരത്തിലും മാറാതെ നിൽക്കുകയും മാറ്റണമെന്നുള്ള നിലപാടിൽ മറുവിഭാഗം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രതിസന്ധിയാണ് നിലവിൽ നേരിടാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരൻ മാറില്ല എന്നുള്ളത് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ പുനഃസംഘടന നടത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ കെ സുധാകരന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഏകദേശം പകുതി മുകളിലുള്ള DCC പ്രസിഡന്റുമാരുടെ സ്ഥാനം തെറിക്കും, പുതിയ അധ്യക്ഷന്മാർ വരും എന്നുള്ളതാണ്. 3 ജില്ലാ കമ്മിറ്റികൾ ഒഴിച്ച് മറ്റ് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും പുതിയ അധ്യക്ഷൻ വരും എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റിയാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒപ്പം തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാനിരിക്കുന്നു. പുതിയൊരു അധ്യക്ഷനെ ഇപ്പോൾ കൊണ്ടുവന്നാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അഭിമാന പ്രശ്നമായി ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടം കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പുകൾ പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷനെ കൊണ്ടുവന്ന് പുതിയ നേതൃത്വവുമായി മുമ്പോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. നിലവിലുള്ള സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് സുരേന്ദ്രൻ തന്നെ തുടർന്ന് ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ കൂടുതൽ ചുമതലകൾ മറ്റുള്ളവർക്ക് കൂടി നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താനാണ് സാഹചര്യം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒപ്പം നിലവിൽ ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ സുരേന്ദ്രനെ മാറ്റണം എന്ന ആവശ്യമുണ്ട്. പക്ഷേ അത്തരം റിപ്പോർട്ടുകൾ ഒന്നും സുധാകരനെ മാറ്റണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ അത്തരം റിപ്പോർട്ടുകൾ ഒന്നും നിലവിൽ എന്തായാലും സുധാകരൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നടപടികളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന്, ഒപ്പം തന്നെ അദ്ദേഹം നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇത് VD സതീശൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റ് മാറ്റണമെന്ന ആവശ്യം ഒരു വർഷത്തിന് മുകളിലായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് നിലവിൽ. സുധാകരനും സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി ആക്ഷേപങ്ങൾ പരസ്പരം ഉന്നയിക്കുന്ന വിധത്തിലേക്കൊക്കെ ആ രണ്ട് നേതാക്കളും മാറിയിട്ടുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ ഘട്ടത്തിലുള്ള തീരുമാനങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന വെട്ടിലാകുന്ന അവസ്ഥ തീർച്ചയായും ഹൈക്കമാൻഡിനുണ്ട്. സുധാകരനെ ഒരു അധ്യക്ഷനായി തന്നെ തുടർന്നുകൊണ്ട് കൂടുതൽ പദവികൾ മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്ന ചുമതലകൾ മറ്റാർക്കെങ്കിലും കൊടുക്കുക എന്ന നടപടികളിലേക്കൊക്കെ ആയിരിക്കും ഹൈക്കമാൻഡ് അവസാനം വന്നു ചേരുക എന്ന വിലയിരുത്തലുകളാണ്. ശരി വിജിൻ, അപ്പോൾ കൂടുതൽ വാർത്തകൾ സുധാകരനിൽ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ അപ്ഡേറ്റ്സുമായി വിജിനെ കാണാം.